എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഞാൻ ചാവത്തക്കൻ. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഓണവുമായി ബന്ധപ്പെട്ട്. അത് സത്യത്തിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട യുവതികൾ സ്വീകരിക്കുന്ന ഒരു നിലപാട്, അതിലൊരു സഹോദരി പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാനത് വീഡിയോ ചെയ്തത്. ആരൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, ഇത് എല്ലാവർക്കും ബാധകമായിട്ടാണോ ഈ ചങ്ങാതി പറയുന്നത് എന്ന അർത്ഥത്തിൽ. ശരാശരി വീഡിയോ നല്ലോണം ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. എന്നാൽ ഓണം നമ്മുടെ ജെൻസി പിള്ളേർ പറയുന്നത് തുള്ളി ചാടി ഡാൻസ് കളിച്ച് ഒക്കെ ആർമാദിക്കേണ്ടതാണ് എന്നൊരു വാദമാണ്. അപ്പോൾ അതിനെ ശരിവെക്കുന്നവരാണ് മുടി നരച്ചവരും പ്രായം ചെന്നവരും ഒക്കെ. സത്യത്തിൽ ഞാൻ ആ വിഷയം പറയാൻ വേണ്ടി വീഡിയോ ചെയ്തപ്പോൾ വളരെ മോശമായിട്ടുള്ള തെറി അഭിഷേകം നടത്തി. അപ്പോൾ ഈ തെറി എഴുതുന്ന ആളുകൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എന്താണെന്നും അതിൻ്റെ ഐതിഹ്യം എന്താണെന്നും അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്നും അറിയാത്തവരാണെന്നാണ് എന്നെ അതിശയപ്പെടുത്തുന്നത്. ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിൽ കാണുന്നത് പോലെ ചെയ്യുന്നത് പോലെയാണോ ഓണത്തിൻ്റെ ഐതിഹ്യം, അതിൻ്റെ ഒരു പൈതൃകം, അതിൻ്റെ ഒരു മനോഹാരിത, അത് ആഘോഷിക്കുന്നതിൻ്റെ രീതി ആണ്? എടോ, നമ്മളൊക്കെ ഈ കേരളത്തിൽ ജനിച്ചു വളർന്ന് ഓണം വരുമ്പോഴും പൂക്കൾ പറിച്ചും തുമ്പപ്പൂ പറിച്ചും നമ്മുടെ പരിസരത്ത് നിന്ന് കിട്ടാവുന്ന എല്ലാ പൂക്കളും സമാഹരിച്ചുകൊണ്ട് പൂക്കളമിട്ടും അതൊരു മധുരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതിൽ നമ്മൾ വിശ്വാസപരമായിട്ട് ഒന്നും ആചാരപരമായിട്ടൊന്നും കൂടിച്ചേരാറില്ല. അതൊരു മതസൗഹാർദ്ദവും ഒരു സ്നേഹസമ്പന്നമായ ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ കാണിക്കേണ്ട ഒരു ഐക്യവും ഒരു മാനവികതയും ആയിട്ടാണ് നമ്മൾ അതിനെ കരുതുന്നത്. യഥാർത്ഥത്തിൽ ഓണം എന്നതിൻ്റെ ഐതിഹ്യം നമുക്ക് പഠിച്ച ആളുകൾ പറയുന്നതൊന്ന് കേട്ടാലോ. ഓണം എന്ന് പറയുന്നത് എന്താണ്? പലരും പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഗുരു പറഞ്ഞു തന്നത് എനിക്ക് പറയാനുള്ളത് ഗണപതിയിൽ നിന്ന് വിഷ്ണുവിലേക്കുള്ള യാത്രയാണ് ഓണം. ഗണപതിയിൽ നിന്ന് വിഷ്ണുവിലേക്കുള്ള യാത്രയാണ് ഓണം. അതെങ്ങനെയാണ്? അത്തം ഗണപതിയുടെ നാളാണ്, തിരുവോണം വിഷ്ണുവിൻ്റെ നാളാണ്, രോഹിണി കൃഷ്ണന്റെ നാളാണ്. അത്തം 10 തിരുവോണം. അത്തവും തിരുവോണവും, രോഹിണി അത്തം തിരുവോണം അനുജന്മ നക്ഷത്രങ്ങളാണ്. അപ്പൊ അത്തം തൊട്ട് നമ്മൾ ചിട്ടയോടെ ഒരു കാര്യം, ഓരോ ദിവസം ഓരോ പൂക്കൾ. ആദ്യം തുമ്പപ്പൂവാണ്, ഓരോ ദിവസം പിറ്റേ ദിവസം മുക്കൂറ്റി ഒരു വിധിയുണ്ട് അത് ചെയ്യാനായിട്ട്. അത് നമ്മൾ പറിക്കണമെന്നാണ്. പണ്ടൊക്കെ പറിക്കുക പൂക്കളെ, എൻ്റെ ചെറുപ്പത്തിലേക്ക് ഓർമ്മയുണ്ട്. അത് പറിച്ചിട്ട് 10 ദിവസം ചെയ്ത് 10 ദിവസം തൃക്കാക്കരയപ്പനെ അതിന്റെ വിധിപ്രകാരം ചെയ്യുന്ന ചില തറവാടുകൾ ഇപ്പോഴും ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ വർഷം സമ്പൽ സമൃദ്ധമാകും, അവരുടെ കാർഷിക ഇതൊക്കെ നല്ല രീതിയിൽ പോകുന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഓണത്തിന്റെ ഐതിഹ്യവും കാര്യങ്ങളും ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലകളിൽ അങ്ങനെ തന്നെയാണ്. ഊഞ്ഞാലാടിയും സൗഹൃദം പങ്കിട്ടും പിന്നെ മറ്റ് പല എന്റർടൈൻമെന്റുകളിലേക്കും പോകുന്നവരുണ്ട്. പക്ഷെ അത് ട്രഡീഷണലായി അന്ന് ഗ്രാമങ്ങളിലും പലയിടങ്ങളിലൊക്കെ ഓണത്തിന്റെ ഒരു വൈബ് അന്നതൊരു വ്യത്യസ്തമാണ്. സദ്യ പ്രധാനപ്പെട്ടതാണെങ്കിലും ചില കളികളും കാര്യങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ വേറിട്ടതാണ്. പെരുന്നാളും അങ്ങനെ തന്നെയാണ്. നബിദിനം വന്നാലും അങ്ങനെ തന്നെയാണ്. ഏകോദര സഹോദരങ്ങളെപ്പോലെ സന്തോഷവേളയിൽ സൗഹൃദം പങ്കിടുന്നത് മാത്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആചാര അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കൊന്നും പോവാറില്ല. എന്നാൽ ഇന്ന് അതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദ്മാരുടെ കൂടെ സൈക്കിൾ എടുത്ത് കൂടുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിക്കും അറിയില്ല ഓണം എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളത്. ഇന്നത്തെ ജെൻസി പിള്ളേർ പറയുന്നത് പോലെയാണ് ഓണം എന്നാണ് ആ കുട്ടി ധരിച്ചു വെച്ചിരിക്കുന്നത്. ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഉസ്താദുമാര് ഇത് വല്ലതും കാണുന്നുണ്ടോ? ആദർശം വിട്ട് കളിക്കരുത്, മതം വിട്ട് കളിക്കരുത്. ഇപ്പൊ ഇവർക്ക് ഓണാണ് വലുത്. ഓണം എന്ന് പറഞ്ഞത് ഒരു സ്റ്റേറ്റ് ഫെസ്റ്റിവൽ ആണ്, അല്ലാണ്ട് ഒരു മതത്തിന്റെ ഫെസ്റ്റിവൽ അല്ല. അതൊക്കെ അറിഞ്ഞിട്ട് വന്ന് പ്രസംഗിക്കണ്ടേ ഉസ്താദെ? ഇപ്പൊ ഉസ്താദ് ആരായി? ഈ പ്രാവശ്യത്തെ ഓണം ഏതായാലും കാക്കാമാരെ തൂക്കി. അതിന്റെ റീസൺ എന്താണെന്ന് അറിയണ്ടേ? അതിന്റെ റീസൺ തന്നെ നിങ്ങളാണ്. നിങ്ങൾ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ വീഡിയോ വൈറലായ ശേഷം മലയാളികൾ കണ്ട ഏറ്റവും വലിയ തകർപ്പൻ ഓണായിരുന്നു കോളേജിലും സ്കൂളിലൊക്കെ നടന്നത്. അപ്പൊ ഈ ഡാൻസും ഈ പാട്ടും മറ്റൊരു വിശ്വാസധാരയിലുള്ള സ്ത്രീകളോ മറ്റോ അവരുടെ വസ്ത്രധാരണയിലൊക്കെ വന്ന് അത് നല്ലോണം അങ്ങോട്ട് ഡാൻസ് കളിച്ച് ആർമാദിച്ച് നല്ല ടപ്പാൻ കുത്തും ചെണ്ടയും നല്ല ഡാൻസും പാട്ടൊക്കെ വെച്ച് അങ്ങോട്ട് ആടി തിമിർത്ത് കഴിഞ്ഞാൽ ഓണമായി എന്നൊരർത്ഥത്തിലേക്കാണ്. അത് ഓണമല്ല. അത് ആരോടുള്ള ഒരു വാശിയോ നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കിങ്ങനെ കിടന്ന് തുള്ളി കളിക്കണം, ആടി കളിക്കണം എന്നുള്ള ഒരു ത്വര, എങ്ങനെയെങ്കിലും അതിനൊരു ചാൻസ് കിട്ടിയാൽ മതി, ഒരു അവസരം കിട്ടിയാൽ മതി. ഇതേ എടുക്കുന്നു. നമ്മുടെ താത്ത വന്നിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ അതൊന്നും ചെയ്യരുതിട്ടാ. ഞാൻ പറഞ്ഞത് തട്ടമിട്ട കുട്ടികളോട് ആ സ്ത്രീ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ചെല്ലി അങ്ങനെ ചെല്ലി. അപ്പോൾ അവരെ ഭൂതകാലവും ഒക്കെ വലിച്ച് കീറി ഭിത്തിയിലൊട്ടിച്ച് എന്തെല്ലോ കാട്ടുന്നു. അത് വേറൊരു വഴിക്ക് അതിരിക്കട്ടെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ആ സ്ത്രീ അങ്ങനെ പറഞ്ഞല്ലോ, അന്ന് ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾ ആട്ടം നിങ്ങൾ കണ്ടോളി, ഞങ്ങളെല്ലാം സ്കാഫും മറ്റുള്ളതെല്ലാം ഇട്ടിക്കണം. എന്നാലും വേണ്ടിയില്ല, ഞങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ നാളായത് കൊണ്ടു നടക്കുന്നത്. ഇതൊന്ന് പൊളിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. അന്നേരം ഇതാണ് ഓണം എന്നും പറഞ്ഞിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് യഥാർത്ഥത്തിൽ ഓണം ആഘോഷിക്കുന്ന ആളുകളുണ്ടല്ലോ. ഐതിഹ്യം അനുസരിച്ച് ശരിക്കുള്ള ഓണം ഉണ്ടല്ലോ, മാവേലിയും അതുപോലെ തന്നെ അതിൽ പറഞ്ഞിട്ടുള്ള പുരാണങ്ങളും കഥകളും ഇത്യാദി ഒരുപാട് അമ്പലങ്ങളിൽ പോകുന്നതും പ്രാർത്ഥനയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഓണവുമായി ബന്ധപ്പെട്ട്. അപ്പം അതൊന്നും ഇല്ല എന്നാണ് ഇപ്പം കുറേ ആളുകൾ, അതിപ്പം മുടി നിറച്ച ആളുകളും പ്രായം ചെന്നവരും ഒക്കെ. അതിലപ്പുറമുള്ള ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വല്ല അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നാൽ അവരെ പച്ചത്തെറി, ഒരു ദയാശണ്യം ഇല്ലാതെ പച്ചത്തെറി വിളിക്കുന്നു.
അപ്പോൾ നമ്മളിങ്ങനെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ എല്ലാം ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഞാൻ എന്നെ അതിശയപ്പെടുത്തി എന്താണെന്ന് അറിയും, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ അവർ സംവിധാനിക്കുന്ന സമയത്ത് മനുഷ്യർക്ക് നന്മയുള്ള കാര്യങ്ങളും യഥാവിധിയുള്ള വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുക, സന്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അതിനുവേണ്ടി ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ. മറിച്ച് ഈ തെറിയും പുലഭ്യവും അസഭ്യവും പരിഹസിക്കലും ഇതൊന്നും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്താൽ പണിഷ്മെന്റ് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകളൊന്നല്ല, ഏത് സന്ദേശങ്ങൾ നല്ലത് കൈമാറുന്ന ആളുകളൊന്നല്ല ഞങ്ങൾ. അങ്ങനെ നല്ല സന്ദേശങ്ങൾ കൈമാറി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ID ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, പ്രൊഫൈലൊക്കെ ലോക്കിട്ടിട്ട് പൂരതെറിയാണ്. എങ്ങനെയാണോ ഇതൊക്കെ കഴിയുന്നത്? ഒരു പൊതുവേദിയിൽ വന്ന് അത് ID ഉണ്ടെങ്കിലും ഫേക്ക് ID ആണെങ്കിലും എഴുതുന്നത് ഒരു മനുഷ്യൻ തന്നെയാണല്ലോ. ആശിച്ചിരിക്കെ വളരെ മോശം. എത്ര വേണമെങ്കിലും എഴുതാം. സ്വബോധമുള്ള മനുഷ്യന് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യൂല. സ്വബോധം നഷ്ടപ്പെടുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അതായത് ചില ആളുകളൊക്കെ പാമ്പിന്റെ രൂപത്തിലൊക്കെ നടക്കുന്നവരെ നമ്മൾ കാണാറുണ്ടല്ലോ. അതുപോലെ ആകാശം നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്, ആകെ ലെവലൊക്കെ തെറ്റിയിട്ട്. അപ്പോഴായിരിക്കും ചിലപ്പോൾ ഇതെന്തെങ്കിലും കാണുമ്പോൾ അന്നേരം വലിച്ചങ്ങടി എഴുതും. നമ്മളെ അങ്ങനെ കരുതുന്നുള്ള അത്തരക്കാരെ, അതിലപ്പുറം വേറെ ഒന്നും കരുതുന്നില്ല. പറയാനുള്ള സന്ദേശങ്ങൾ കൃത്യം വ്യക്തമായിട്ട് നമ്മൾ പറയും. അപ്പം ഓണത്തിന്റെ യഥാവിധി കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടോളി. ആ സൈക്കിൾ എടുത്ത് ഉസ്താദ്മാരെ പിന്നിൽ പോകുന്ന പെങ്ങളുട്ടിയുടെ കഥയും കണ്ടോളി. സല്യൂട്ട്. ഇനിയും വരും. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക്, ഇതിലെല്ലാത്തിലും വരും. നിങ്ങളും വരണം. നിങ്ങളുടെ സംസ്കാരം പബ്ലിക്കിൽ കാണട്ടെ. താങ്ക് യു. കാലം കൂടെ വന്നിരിക്കുകയാണ്. ഈ ഓണത്തിന് ഏറ്റവും കൂടുതലുള്ള ആളുകളുടെ തർക്കം ആരാണ് വലുത്? അതായത് ഓണം എന്ന് പറയുന്നത് മാവേലിയുടെ കഥയാണോ അതോ വാമനന്റെ കഥയാണോ എന്ന് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സംശയമുള്ളതാണ്. യഥാർത്ഥത്തിൽ ആരുടെ കഥയാണ് ഓണം? അതായത് ഈ നമുക്ക് ഏറ്റവും കൂടുതൽ അടിസ്ഥാനമായിട്ട് വരുന്നത് ശ്രീമദ് ഭാഗവതത്തിലത്തെ വാമനാവതാരവും മഹാബലിയുടെയും കഥയാണ്. അപ്പം അത് അനുസരിച്ചിട്ട് വാമന ജയന്തിയാണ് ഈ ഓണമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം ആ വാമന പ്രതിഷ്ഠ ഉള്ള ഏറ്റവും നല്ല പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രം കേരളത്തിൽ തൃക്കാക്കരയാണ്. അപ്പോൾ തൃക്കാക്കരയിൽ ഈ വാമനമൂർത്തിയെ ഓർക്കാൻ വേണ്ടിയിട്ട് 10 ദിവസത്തെ ഉത്സവം, അത്തച്ചമയ ഉത്സവം ആരംഭിച്ചതാണ്. പിന്നീട് ഓണാഘോഷമായിട്ട് വളർന്ന് വലുതായി ലോകം മുഴുവൻ